പൈസ ഇല്ലാണ്ട് വരുന്ന ഏയ് ഇല്ല ഏട്ടാ, അതൊരു ഇമോഷന്റെ ഒരു ഇതാണ്. ചേച്ചിക്ക് എത്രയായാലും അത് എത്രയായാലും ഇമോഷൻ ആവില്ല. അല്ലത് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വലിയ കലാകാരനല്ല, വലിയ പേയ്മെൻറ്റ് മേടിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ചില സമയത്ത് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ഞാനൊരു ഇവിടുന്ന് അനീസ് വിളിക്കും, ചേട്ടാ ഇതിങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് വാർക്കലിന് ഇത്ര പേര് ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും, ചേട്ടാ പൈസയൊന്നും ഇല്ല ചേട്ടാ, ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ല എനിക്കൊരു 10 ഏക്കർ സിമെൻറ്റ് എടുത്ത് തന്നാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വീടൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ആ കോവിഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഇത് മാറി വന്നുള്ളൂ ടൈറ്റ്. അപ്പോൾ സിനിമ ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം വീടിൻ്റെ ലോണ്, വണ്ടിയുടെ ലോണ്, ഇങ്ങനെയൊക്കെ പതിനെട്ടൊക്കെ ഇത് ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പാളാൻ സാധ്യത ഉണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് അന്നേരം ഇപ്പൊ ഒക്കെ ഇത്രയും ഒരു ഇതെടുത്ത് ചെയ്തപ്പോഴേ